ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോക്കോ F6-ന്റെ ചാർജിങ് ടെസ്റ്റാണ്. അപ്പോൾ നമുക്കറിയാം പോക്കോ F6-ൽ വരുന്നത് 5000 mAh ബാറ്ററിയാണ്. ഇതാണ് ലേറ്റസ്റ്റ് പോക്കോ F6. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് 120 വാട്ട് അഡാപ്റ്ററാണ്. പക്ഷേ ഈ ഫോണിൽ 90 വാട്ട് ചാർജിങ്ങേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്നാൽ 120 വാട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഈ 120 വാട്ട് അഡാപ്റ്ററിൽ 90 വാട്ട് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ചാർജിങ് ടെസ്റ്റ് ഒന്ന് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി ആണെങ്കിൽ 1% ബാറ്ററി ഉള്ളൂ. അതിനൊപ്പം തന്നെ നമുക്ക് സെറ്റിങ്സിലൊന്ന് പോകാം. എബൌട്ട് ഫോൺ കണ്ടില്ലേ, ഹൈപ്പർ OS ആണ് പവർ ചെയ്തിരിക്കുന്നത്. പോക്കോ F6 എന്ന് എഴുതിയതാണ്. ഡീറ്റെയിൽ സ്പെക്സ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 മൊബൈൽ പ്ലാറ്റ്ഫോം, 12 GB ഓഫ് റാം, ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. ഇതാണ് ഈ ഡിവൈസിൻ്റെ ഹാർഡ്വെയർ നോക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി സെറ്റിങ്സിലൊന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, നമുക്ക് അഡീഷണൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സ്പീഡ് അപ്പ് ചാർജിങ്, ബൂസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. കണ്ടില്ലേ, ഞാൻ ബൂസ്റ്റ് ചാർജിങ്ങും ഇപ്പോൾ എനേബിൾ ചെയ്തിരിക്കുകയാണ്. ഇതാണ് മാക്സിമം സ്പീഡ് ചാർജിങ്ങിൽ. അപ്പോൾ നമുക്ക് ചാർജിങ് ടെസ്റ്റ് ഒന്ന് തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ചാർജിങ് ടെസ്റ്റ് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ചാർജർ കണക്ട് ചെയ്യാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ചാർജർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചാർജിങ് കണ്ടില്ലേ, ക്വിക്ക് ചാർജിങ് 90 വാട്ട് മാക്സ് എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റ് ചാർജിങ് ഈസ് എനേബിൾഡ് എന്ന് കാണാം. അപ്പോൾ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബൂസ്റ്റ് ചാർജിങ് എനേബിൾഡ് ആണ്. അപ്പോൾ നമുക്ക് സ്ക്രീൻ ഒന്ന് ടേൺ ഓഫ് ചെയ്യാം. ബൂസ്റ്റ് ചാർജിങ് എനേബിൾ ആവണമെങ്കിൽ സ്ക്രീൻ ഓഫ് ടേൺ ചെയ്യണം, എന്നാലേ ബൂസ്റ്റ് ചാർജിങ് ഫുള്ളായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് 10 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കാം. ഐ മീൻസ് 5 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ 5 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. ഇപ്പം 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് കാണാം ബാറ്ററി പെർസെൻറ്റേജ് കണ്ടില്ലേ, 18% വെറും 5 മിനിറ്റിൽ ചാർജ് ആയിരിക്കുകയാണ്. 5 മിനിറ്റ്സ് 18% ബാറ്ററി കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ചാർജിങ് സ്പീഡ്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഇനി 10 മിനിറ്റ് കഴിയുമ്പോൾ എത്ര ബാറ്ററി ആയി നമുക്ക് നോക്കാം. 10 മിനിറ്റിൽ 33%, അതായത് 1/3 ഓഫ് ദ ബാറ്ററി 10 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ കാണാം 10 മിനിറ്റ്സ് ചാർജിങ് 33%, 90 വാട്ട്സ് കാണും ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്തത് 20 മിനിറ്റിൽ എത്ര ബാറ്ററി ആയി നമുക്ക് നോക്കാം. അപ്പോൾ 20 മിനിറ്റ്സ് ഓഫ് ചാർജിങ് ആയിരിക്കുകയാണ്. 20 മിനിറ്റ്സിലെ ബാറ്ററി അറൗണ്ട് 58% ആയിരിക്കുകയാണ്. 20 മിനിറ്റിൽ 58% ബാറ്ററി കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിലാണ് പോകുന്നത്. 90 വാട്ട് ഒരു ഭേദപ്പെട്ട സ്പീഡാണെന്ന് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് 30 മിനിറ്റിൽ, അതായത് അരമണിക്കൂറിൽ എത്ര ബാറ്ററി ആയി നോക്കാം. അപ്പോൾ ഇപ്പോൾ 31 മിനിറ്റ് ആയിരിക്കുകയാണ്. 31 മിനിറ്റിൽ 86% ബാറ്ററി ആയിരിക്കുകയാണ്. 86% ബാറ്ററി അരമണിക്കൂറിൽ കംപ്ലീറ്റ് ആയി. ഇനി വെറും 14% ബാറ്ററിയും കൂടി കംപ്ലീറ്റ് ആവാനുള്ളൂ. അതിന് എത്ര ടൈം എടുക്കണം നോക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് 40 മിനിറ്റിൽ എത്ര ചാർജിങ് ബാക്കിയുണ്ട് നമുക്കിവിടെ നോക്കാം. അപ്പോൾ 40 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ എത്രയാകും നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ 40 മിനിറ്റ് ആയിരിക്കുകയാണ് ചാർജിങ് തുടങ്ങിയിട്ട്. 40 മിനിറ്റിൽ 98% ബാറ്ററി ആയിരിക്കുകയാണ്. ഇനി 2% കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 2% എടുക്കാൻ എത്ര സമയം എടുക്കുന്നു കൂടി നോക്കാം. അപ്പോൾ 41 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. 98% ബാറ്ററി കംപ്ലീറ്റഡ് ആയിട്ട്. ഇനി വെറും 2% കൂടി ബാക്കിയുള്ളൂ. ഇപ്പോൾ 43 മിനിറ്റിൽ കണ്ടില്ലേ, ഫുൾ ചാർജ് എന്ന് കാണാൻ നിങ്ങൾക്ക് ഇവിടെ താഴെ ചെയ്തിട്ടില്ലേ, കംപ്ലീറ്റ്ലി ചാർജ്ഡ് ഡിവൈസാണ്. അപ്പോൾ 100% ബാറ്ററി പോക്കോ F6-ൻ്റെ. അപ്പോൾ 43 മിനിറ്റ്സ് ആണ് ഫുൾ ചാർജിങ്ങിന് എടുത്തത് പോക്കോ F6 5G. 5000 mAh ബാറ്ററിയാണ് ഉള്ളത്. അപ്പോൾ 43 മിനിറ്റിൽ കംപ്ലീറ്റ് ചാർജ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ F6-ൻ്റെ ഡീറ്റെയിൽ ചാർജിങ് ടെസ്റ്റ്. 120 വാട്ട് അഡാപ്റ്റർ ആണെങ്കിൽ 90 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.